പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, മുതിർന്ന CPM നേതാവ് എം.വി. ജയരാജൻ, ഇവരെല്ലാം ഒന്നിച്ചാണ് അവിടെ എത്തിയിട്ടുള്ളത്. അവർക്കൊപ്പം റവന്യൂ മന്ത്രി AP അനിൽകുമാർ കൂടിയുണ്ട്. മീഡിയ വരുന്നത് ഇവിടെ നിന്നോട്ട് പോ. ഇനി അങ്ങ് മാറുന്നേ. ഇല്ല, പോകുന്നില്ല. ഈ മൊബൈലുകാരെ കേട്ടിരുന്നോ? 6 സ്റ്റാഫ്. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ കള്ളാടിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശനം നടത്തുകയാണ്. മുതിർന്ന CPM നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം അവിടെ എത്തിയത്. സംഘത്തെ റവന്യൂ മന്ത്രി അനുഗമിക്കുന്നുണ്ട്. ഈ അപകടമുണ്ടായ സ്ഥലം ഉൾപ്പെടെ സന്ദർശിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം. പക്ഷേ പരിസ്ഥിതി പഠനം വിദഗ്ധരുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും മുതിർന്ന നേതാവ് എം.വി. ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനൊപ്പം ഇപ്പോൾ അവിടെ സംഘം സന്ദർശിക്കുകയാണ്. LDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു ഈ തുരങ്കപാത. അത്രയേറെ വലിയ ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് സർക്കാർ അതിനെ കണ്ടതും കൈകാര്യം ചെയ്തതും. അവിടെയാണ് ഇങ്ങനെയൊരു ദുരന്തം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, നേതാക്കൾ അവിടേക്ക് എത്തി. മാധ്യമങ്ങളുടെ സാന്നിധ്യമില്ലാതെയാണ് ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളത്. ഏതൊക്കെ ഭാഗത്താണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുക? ശ്രീജ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ അപകടമുണ്ടായ ഈ മീനാക്ഷി പാലം, ഈ പരിസരത്ത് മീനാക്ഷി പാലത്തിന് മുകളിലാണുള്ളത്. CPM നേതാക്കളുണ്ട്, എം.വി. ഗോവിന്ദനുണ്ട്, എം.വി. ജയരാജനുണ്ട്, മുൻ MLA ശശി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുണ്ട്. മന്ത്രി AP അനിൽകുമാർ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ മീനാക്ഷി പാലത്തിന് മുകളിൽ ആണ് അവരുള്ളത്. അവരവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അപകട സ്ഥലം സന്ദർശിക്കുന്നു, ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവസാന കാലത്താണ് ഈ പദ്ധതി തുരങ്കപാതക്ക്, മേപ്പാടി കള്ളാടി തുരങ്കപാതക്ക് അനുമതി നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇതിനകം തന്നെ ഇപ്പോൾ ഭരണപക്ഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൃത്യമായ പഠനവും പരിശോധനവും നടത്താതെയാണ് ഈ പദ്ധതിക്ക് അനുമതി നൽകിയതെന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിനോടൊക്കെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്ത് പ്രതികരിക്കും, ഏതു തരത്തിൽ മറുപടി പറയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വയനാടിൻ്റെ വലിയ വികസനത്തിനായി, വയനാടിൻ്റെ മാത്രമല്ല ഈ മലബാറിൻ്റെ തന്നെ വലിയ വികസനത്തിനായി ഒരു സ്വപ്ന പദ്ധതിയായി കണ്ട് തുടങ്ങിയതാണ് ഈ തുരങ്കപാത എന്നുള്ളത്. വയനാടിനെയും കോഴിക്കോടിനെയും മലബാറിനെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന വലിയ ഒരു യാത്ര സുഗമമാക്കുന്ന വലിയ പദ്ധതി, യാത്രാക്ലേശം ഒഴിവാക്കുന്ന പദ്ധതി, വയനാട്ടിലെ കർഷകർക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും ഒക്കെ വലിയ ഉണർവ് നൽകുന്ന പദ്ധതി, അങ്ങനെയൊക്കെ അത്തരമൊരു പ്രതീതിയായി ഉയർത്തിയാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. 2100-ലധികം കോടി ചെലവഴിച്ചുള്ള പദ്ധതിക്കാണ്. പക്ഷേ ആ പദ്ധതിക്ക് ഈ പാരിസ്ഥിതിക ആഘാത പഠനം കൃത്യമായി നടന്നില്ല എന്നുള്ളൊരു വിമർശനം ആ കാലത്ത് തന്നെ പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തിയിരുന്നു. അന്നത്തെ പ്രതിപക്ഷം, ഇപ്പോഴത്തെ സർക്കാർ UDF ആ ഒരു വിമർശനം, അവർ പദ്ധതിക്കെതിരെ
അങ്ങനെ ശക്തമായ ഒരു നിലപാടൊന്നും സ്വീകരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി അവരുടെ വലിയ ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് അവർ കണ്ടത്. വയനാടിന്റെ കുറെ കാലങ്ങളായി തുടരുന്ന വികസന പിന്നോക്കാവസ്ഥയ്ക്കൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വികസന മുന്നേറ്റത്തിനും ഇവിടെയുള്ള കർഷകരുടെ ചരക്കുനീക്കം ഉൾപ്പെടെയുള്ള സാധ്യമാക്കുന്നതിനും വിനോദസഞ്ചാര മേഖലയ്ക്കുമൊക്കെ വലിയ ഉണർവ് നൽകുന്ന ഒരു പദ്ധതി എന്നുള്ളൊരു പ്രതീതി ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വയനാട് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അതിനെ എതിർക്കുക, അങ്ങനെ പദ്ധതിയെ പൂർണ്ണമായി എതിർക്കുക എന്നുള്ളൊരു നിലപാട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇത് എടുത്തിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചില വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു എന്നത് ഒഴിച്ചു വെച്ചാൽ UDF ഒരുമിച്ചുള്ള ഒരു എതിർപ്പോ വിയോജിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് സർക്കാർ അധികാരത്തിൽ വന്നു, അന്നത്തെ പ്രതിപക്ഷം പിന്നീട് അധികാരത്തിൽ വരുന്നു. മുഖ്യമന്ത്രിയോട് ഈ കാര്യത്തിൽ ഈ തുരങ്കപാത സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഞങ്ങൾ പദ്ധതിക്കെതിരല്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ അപകടമുണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ചില വിമർശനങ്ങൾ, അന്ന് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഉയർത്തിയ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ദുർബലമായി ഉയർന്ന ആ വിമർശനം കൂടുതൽ ശക്തമായി ഉയരുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ തുടക്കം അല്ലെങ്കിൽ പദ്ധതി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളുടെ അന്നുണ്ടാക്കിയ റിപ്പോർട്ടുകളൊക്കെ പുനഃപരിശോധിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിനകം തന്നെ CPM ഈ അപകടവുമായി ബന്ധപ്പെട്ട CPM ഇപ്പോൾ ശക്തമായ വിമർശനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ തന്നെ രൂക്ഷ വിമർശനം. സർക്കാർ ഈ അപകടം, ഈ ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നുള്ളൊരു വിമർശനം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ തരത്തിൽ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ കൃത്യമായ പഠനം നടത്താതെ പദ്ധതി തുടങ്ങി എന്നുള്ളൊരു വിമർശനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നും പ്രത്യേകിച്ചും CPMന്റെ ഭാഗത്തു നിന്നും വിയോജിപ്പുകളും വിമർശനങ്ങളും ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പിണറായി വിജയന്റെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി, അന്ന് തന്നെ ചില വിമർശനങ്ങൾ ഉയർന്ന ഈ പദ്ധതി ഇവിടെ നടപ്പാക്കിയതാണോ അല്ലെങ്കിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. അതല്ല, നിർമ്മാണ കമ്പനി നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായ ഒരു മറുപടി നൽകുന്നില്ല. അവർ പഠിക്കണം, പരിശോധിക്കണം എന്നുള്ളൊരു നിലപാടാണ്. പക്ഷേ അത്തരമൊരു വിമർശനം ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാരിന്റെ പക്ഷത്തും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനോടൊക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ സന്ദർശനം നടത്തിയ ശേഷം അദ്ദേഹം ക്യാമ്പിലേക്ക് പോകും. ഇവിടുന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ആളുകൾ മേപ്പാടി പോളിടെക്നിക്കിൽ അവിടെയാണ് താമസിക്കുന്നത്. ക്യാമ്പ് പ്രവർത്തിക്കുന്നത് അവിടെ സന്ദർശിക്കും. അതിനുശേഷം ആശുപത്രിയിലും പരിക്കേറ്റവരെ കാണാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രവർത്തകരോട് സംസാരിക്കും, പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ പ്രതികരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉയർന്ന വിമർശനങ്ങളെക്കുറിച്ചും സർക്കാരിന്റെ ഈ അപകടം നടന്നതിനു ശേഷം സർക്കാർ കേന്ദ്രങ്ങളിൽ ഉണ്ടായ പ്രതികരണങ്ങളെക്കുറിച്ചും ഏറ്റവും പ്രധാനം പദ്ധതി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പഠനങ്ങൾ, പരിസ്ഥിതി ആഘാത പഠനവും മറ്റ് പഠനങ്ങളും ഒക്കെ പുനഃപരിശോധിക്കാനുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ തീരുമാനം, ഈ തീരുമാനത്തോടൊക്കെയുള്ള പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ആ സമയത്ത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ശ്രീജ, ഷഹീദാണ് വിവരങ്ങൾ നൽകി. ഷഹീദ്, ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണാമല്ലോ. അത് തെരച്ചിലിനെ ബാധിക്കുമോ? ഇപ്പം രാവിലെ ഒരു അല്പം തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയല്ലേ? ശ്രീജ, തീർച്ചയായും അത് തന്നെയാണ് ഈ മേപ്പാടി പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പാരിസ്ഥിതികമായി നമുക്ക് ഏത് നിമിഷവും മഴ എന്നുള്ളതാണ്. തൊട്ട് മുമ്പ് നല്ല വെയിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വെയിൽ കണ്ട് നമ്മളിപ്പോൾ കൂടെ ഒന്ന് മടക്കി വെച്ചാൽ ഉടൻ തന്നെ ഒരു 2 മിനിറ്റിനകം വീണ്ടും മഴയിലേക്ക് പോകും. ഇപ്പോൾ മഴയിൽ കുതിർന്നിരിക്കുകയാണ്. ഇന്നലെയൊക്കെ വലിയ മഴ ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനത്തിന് അത് തടസ്സമായിരുന്നു. ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തകരുമായി നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ സേനാ ഓഫീസേഴ്സുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ മഴ രാവിലെ മാറി നിൽക്കുന്നുണ്ട്. അത് ശുഭകരമാണ്. നമുക്ക് തിരച്ചിലിൽ ഇന്ന് വേഗത്തിൽ നടത്താൻ കഴിയും, കൂടുതൽ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ കഴിയും, കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ മഴ വീണ്ടും ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരുപക്ഷെ മഴ പെട്ടെന്ന് തന്നെ ശമിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ ഇവിടെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് സന്ദർശനം നടത്തുന്ന സമയത്ത് തന്നെ നല്ല മഴയുണ്ട്. മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ആ നേതാക്കൾ, പ്രതിപക്ഷ നേതാവും CP നേതാക്കന്മാരുമൊക്കെ ഇവിടെയുള്ളത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുഹമ്മദ് അൻസാരി ഇമ്രാൻ എന്ന ഒരു ബീഹാർ സ്വദേശിയുടെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മൊബൈൽ ഫോൺ ഈ 2 ദിവസം മുമ്പ് തന്നെ ഇന്ന് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന ഈ പാലത്തിന് താഴെയുള്ള പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ച് ഈ തെരച്ചിൽ സംഘത്തിന് ലഭിച്ചിരുന്നു. ആ മൊബൈൽ ഫോൺ കണ്ടെടുത്ത സ്ഥലത്തിന് സമീപം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ മൃതദേഹം ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്.
ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കള്ളാടിയിൽ നിന്ന്. കള്ളാടിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തുകയാണ്. വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്.